പാട്ടറിയില്ല. ആ പോവാ. അതിൽ ചോറ് തിന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൂപ്പന്റെ വയറ്റിൽ വെച്ച് പെട്ടിയൊക്കെ അതാ ചാടി പോണു അപ്പൂപ്പ. അങ്ങനെ ഹായ് പ്രിയങ്ങളെ. അപ്പോൾ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഒരു ക്രിസ്മസ് ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പം അന്ന് രാവിലെ എഴുന്നേറ്റപ്പം അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ, അന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് പിടിച്ച് വെക്കാമെന്ന് ഓർത്തിട്ട് രാവിലെ അങ്ങ് തുടങ്ങി കേട്ടോ. പക്ഷേ രാവിലെ തുടങ്ങിയിട്ട് ഈ ഒരു ഭാഗം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. രാവിലത്തെ ദോശ ചൂട്ടലൊന്നുമില്ല കേട്ടോ. കുടു 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 അപ്പൂപ്പൻ ഇപ്പോഴേ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ ആരാന്നറിയോ? നമ്മളെ കുടുവാണ് കേട്ടോ. ചേട്ടായിക്ക് സ്കൂളിൽ മത്സരത്തിന് വേണ്ടി വാങ്ങിയ ഡ്രസ്സായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ അവനെ ഇടിപ്പിച്ചതാണ്. പക്ഷേ ഇതൊക്കെ ഇട്ടത് എപ്പോഴാണെന്നറിയോ? എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ വിരുന്നുകാരുണ്ടായിരുന്നു കേട്ടോ തറവാട്ടിൽ നിന്ന്. അച്ഛൻ്റെ നാട് ചേർത്തലയാണ് കേട്ടോ. അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ നാട്ടിൽ നിന്ന് അച്ഛൻ്റെ പെങ്ങളെ ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെ തറവാട്ടിൽ നിന്ന് ഏട്ടനും ഏട്ടത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരും കുടുവിൻ്റെ വയറൊക്കെ ഒരു പെട്ടിയാക്കി വെച്ചതായിരുന്നേ. പെട്ടിയൊക്കെ ചാടിപ്പോയ അവസാനം കുടു ഡ്രസ്സൊക്കെ ഊരി വലിച്ചെറിയുന്നു. അപ്പോൾ അങ്ങനെ അവരൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ദോശയൊക്കെ അന്നാണ് കുറച്ച് വൈകിയാട്ടോ എഴുന്നേറ്റത്. അപ്പോൾ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ചിറ്റയും ചിറ്റപ്പനൊക്കെ വന്നത്. ആ സമയത്ത് പിന്നെ എന്താ പറയുക, വേറൊന്നും അത്രയും രാവിലത്തെ കാര്യങ്ങളൊന്നും ഓർത്തില്ല എന്നുള്ളതാണ്. ഫോൺ എവിടെ ഓർമ്മയിലേ വന്നില്ല. പിന്നെ ഇവർ വന്നപ്പം ഞാൻ മോനോട് പറയും, മോൻ്റെ ഒന്ന് കുറച്ച് പിടിച്ച് വെക്കടാന്ന് പറഞ്ഞപ്പോൾ അവൻ പിടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം ഇത് പെങ്ങളെ മോളാണ്, ഏട്ടൻ്റെ മോളും. അവരൊക്കെ മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അവരൊക്കെ കൂടുതലും മുഖം പൊത്തി നിൽക്കുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ. എന്നെ കാണുമ്പോഴേ ഡാൻസ് കളിക്കാനും റീൽസ് എടുക്കാനും എൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ആളാണ്. കണ്ണൻ പിന്നെ എപ്പോഴും മുഖം തിരിച്ച് പിടിക്കുന്ന ആളാണ്. പിന്നെ ആരും അങ്ങനെ ക്യാമറയിൽ അധികം വരാറില്ല. ദേവുട്ടി മാൾട്ടി എൻ്റെ കൂടെ എപ്പോഴും ഡാൻസ് കളിക്കാൻ എല്ലാത്തിനും പോകുന്നത്. പക്ഷെ ഇന്ന് അവർക്ക് ഇത്തിരി ഡിമാൻഡായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു. അപ്പോൾ കുടുവിനെ കൊണ്ട് കേക്കൊക്കെ മുറിപ്പിച്ചു. കുടു കേക്കൊക്കെ മുറിച്ചു. പിന്നെ എന്താ പറയുക, അവർ വയനാട്ടിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താണ് അവർ വന്നത്. പക്ഷെ അത് നമുക്ക് അവർ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ബീഫും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. അവർ ഒന്ന് വരുമ്പോഴൊക്കെ അല്ലേ ഒന്ന് കറങ്ങാനൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി വയനാട് കയറാൻ പോയിട്ടോ. അപ്പോൾ അവരെ കൂടെ ആരൊക്കെ പോയി എന്നറിയാം? മോനൂസ് പോയി, ആദിക്കുട്ടൻ പോയി, ചേട്ടായും പോയി. അപ്പോൾ കുടുവിന് ചുമയുള്ളത് കൊണ്ട് മന്ത്രം ചൊല്ലിയാലൊക്കെ മാറും. ഒരു കഷ്ണം എടുത്തോ. ദേവട്ടി വേണ്ട, അങ്ങോട്ട് വാ. ചേട്ട പോയാവോ? ഒരുക്ക് ചായ എടുത്തോ. കണ്ണാ അങ്ങനെ പിന്നെ അവരെല്ലാവരും പോണ വീഡിയോ ഒന്നുമില്ല കേട്ടോ. മോനച്ച് വീഡിയോ പിടിച്ച് എവിടെയോ കൊണ്ടുപോയി ഫോൺ വെച്ചു. ഞാൻ കുറേ തിരഞ്ഞായിരുന്നു. പിന്നെ ലാസ്റ്റ് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോഴാട്ട് കിട്ടിയത്. പക്ഷേ ബീഫ് ഞാൻ അരിഞ്ഞു, അരിയിലെല്ലാം കഴിഞ്ഞ് കറി വെക്കാൻ നേരത്ത് ഫോൺ കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതെന്നാ വീഡിയോ പിടിക്കാൻ ഓർത്തു കേട്ടോ. ആരുമില്ല, എല്ലാവരും പോയി. സ്വന്തമായിട്ട് ബീഫ് ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിച്ചിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു കേട്ടോ. ഞാനും കുടും ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ടൂറൊക്കെ പോയി. അപ്പം ഞാൻ ചട്ടിയിലുണ്ടാക്കാമെന്ന് ഓർത്തു കേട്ടോ. ഇഷ്ടമാണ് ചട്ടിയിലുണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് അടുപ്പുണ്ടല്ലോ, അപ്പോൾ പിന്നെ വിറകുമുണ്ട്, സുഖമായിട്ട് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ വറവിലേക്ക് ഉള്ളി സാധാരണ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില ഉണ്ടായിരുന്നു. കറിവേപ്പില നമുക്ക് ഇല്ല കേട്ടോ. ഇത് ഇന്ന് പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ടാണ്. അപ്പോൾ തീയാണെങ്കിൽ മാരക കത്തലാണ്. തീ കത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര കുറയ്ക്കാൻ ശ്രമിച്ചാലും തീ കത്തലോട് കത്തുക. എനിക്കൊന്ന് കൈ അങ്ങോട്ട് നീട്ടി പിടിക്കാൻ പോലും വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെന്താ പറയുക, നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഞാനും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളേതായ സ്റ്റൈലിൽ കറിയൊക്കെ വെക്കുന്നുണ്ട്. അടുപ്പിന് ചുറ്റും ചാരവും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചടച്ചു. അപ്പോൾ പിന്നെ എനിക്കെന്താ എന്നാൽ പിന്നെ അപ്പോൾ ഒരു എന്താ ഒരു മട്ടിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പിന്നെ നടന്നത്. എന്നാലും എന്താ പറയുക, പൊടികളൊക്കെ ഇട്ടു. ചിക്കൻ മസാല ഇട്ടില്ല കേട്ടോ. സകല ദൈവങ്ങളെയും വിചാരിച്ച് സകല പൊടികളും ഇട്ടിട്ടുണ്ട്. സാമ്പാർ പൊടിയും ചിക്കൻ മസാല ഒഴികെ ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാം എന്താ പറയുക, സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും സത്യമാണല്ലേ, ഈ അടുപ്പത്തുണ്ടാക്കുന്നതിനും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതിനും ഇത്ര രുചി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച പോലെ ഒരു കറിയൊക്കെ ആയി കേട്ടോ. പക്ഷേ അത് ഇപ്പോൾ വീഡിയോ പിടിച്ചത് 2 ദിവസം മുമ്പാണ്. ഇത് എഡിറ്റ് ചെയ്യുന്നത് ഇന്നല്ലേ. ഇന്നേക്ക് അതിങ്ങനെ കറുത്ത് വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് അലക്കലും പെറുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ആ പ്രാന്തത്തിൻ്റെ കൂട്ട് വന്ന് നിൽക്കുന്നുണ്ടോ. അതിൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയതോടുകൂടി ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. പൊഴിഞ്ഞു പോയപ്പം ഈ കുഞ്ഞു മുടികളുണ്ടായി വരുന്ന കുഞ്ഞു മുടികളെല്ലാം കൂടി സായിബാബനെ പോലെ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ. അങ്ങനെ കറിയെല്ലാം ആയി. ഞാൻ ഒറിജിനൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ അങ്ങനെ പോകണില്ലല്ലോ. അപ്പോൾ അവർക്ക് കിട്ടിയ ചാൻസ് അല്ലേ. അപ്പോൾ അവർ ഭയങ്കര, ഞാൻ പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോവാം, ക്രിസ്മസ് ഒക്കെ അല്ലേ, എല്ലാവർക്കും കൂടി എവിടെയെങ്കിലും ഒന്ന് പോവായിരുന്നു എന്നൊക്കെ. കുറേ ആയി അങ്ങനെ ഇറങ്ങിയിട്ട്. പക്ഷേ നമുക്കതിലും ഇതായിട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നപ്പം ഞാൻ എന്ത് ചെയ്തു, സുബി ചേച്ചീൻ്റെ അടുത്തോട്ട് പോയിട്ടോ. അപ്പം സുബി ചേച്ചീൻ്റെ അടുത്തേക്ക് പോകാൻ അതിന് മാത്രം ദൂരമൊന്നുമില്ല, കുറച്ചങ്ങ് പോന്നാൽ മതി. അപ്പോൾ ഞങ്ങളെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചേച്ചീൻ്റെ അടുത്തോട്ട് വന്നു. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ചേച്ചി ചിക്കൻ കറി, മോന് ഡയറ്റൊക്കെ ആയതുകൊണ്ട് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പിന്നെ ഞാനും കൂടി, ഞങ്ങളെല്ലാവരും കൂടി നല്ല രസമായിട്ട് കേട്ടോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. മോളാട്ടോ ഉണ്ടാക്കിയത്. ചിക്കൻ്റെ ആൾ മോളാണ്. ചിക്കൻ എപ്പോൾ കൊണ്ടുവന്നാലും അവിടെ അതിൻ്റെ ആൾ ഉണ്ടാക്കുന്ന ആൾ മോളാന്ന് പറയും ചേച്ചി കേട്ടോ. ഞങ്ങൾ ഒരുപാട് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു എന്താ പറയുക, എനിക്ക് എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് ഒക്കെ പോയ പോലെ എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു ചേച്ചി അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ നമ്മളെ കൂടപ്പിറപ്പുകളുടെ അടുത്ത് പോയിട്ട് ഇരുന്ന് നമ്മൾ വർത്താനമൊക്കെ പറയില്ലേ, നമ്മളേതായ ഒരു സ്വാതന്ത്ര്യത്തിലൊക്കെ. അങ്ങനെയാണ് കേട്ടോ അവിടെ കുറച്ച് നേരമാണെങ്കിൽ കുറച്ച് നേരം ഞാൻ സ്പെൻഡ് ചെയ്തത്. പിന്നെ അപ്പോഴത്തേക്കും കേക്ക് മുറിക്കാൻ നോക്കുമ്പോൾ കുടു തന്നെ കിടന്ന് ഉറങ്ങുകയെന്ന് തോന്നി. അതാ ഓടിപ്പോയത് കേട്ടോ. അപ്പം നോക്കുമ്പോൾ മൂപ്പര് ചേച്ചി കൊടുത്ത ബിസ്ക്കറ്റ് എല്ലാം കയ്യിൽ തന്നെ പിടിച്ച് ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കൊടുവിന് സോപ്പിട്ട് കൊണ്ടുവന്ന് ചായയൊക്കെ കൊടുത്ത്. അപ്പോൾ ഒരു ഉഷാറായിട്ടോ ആൾ. അങ്ങനെ പിന്നെ കേക്ക് മുറിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഡാൻസ് കളിക്കാൻ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് കളിക്കാൻ. ആരെങ്കിലും കളിയാക്കും എന്നൊക്കെ നമ്മൾ തന്നെ പറയും, എന്നിട്ട് ഞങ്ങൾ തന്നെ കളിക്കും കേട്ടോ. എന്തായാലും വേണ്ടില്ല ഞങ്ങൾ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിച്ചു. പിന്നെ ചേച്ചി വൈകുന്നേരത്തേക്കുള്ള ഓരോരോ പണികളിലേക്ക് പോയിട്ടോ. പിന്നെ വിളക്ക് കത്തിക്കലും തുടയ്ക്കലും അടിച്ചു വാരലും അലക്കലും അങ്ങനെയുള്ള ഓരോ പണികളിലേക്കൊക്കെ ചേച്ചി മാറി. പിന്നെ ഞാനും കൊടും സ്വന്തം അവിടെ നിന്ന് കുറച്ച് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. അങ്ങനെ കേക്ക് കഴിക്കുമ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞേ, ക്യാരറ്റ് പുഡിങ് കേക്ക് അങ്ങനെ എങ്ങാണ്ടായിരുന്നേ. അത് കാരണം നമുക്കതിൻ്റെ ആ രുചി അങ്ങോട്ട് ഇതായില്ല കേട്ടോ. മോള് പറഞ്ഞു നല്ല കേക്കാണല്ലോ, ഇതെന്താ നിങ്ങൾക്ക് ഇഷ്ടമാവാത്തതെന്നൊക്കെ ചോദിച്ചു. ഇത് നല്ല കേക്കാണല്ലോ. അപ്പോൾ കേക്കിൻ്റെ ഒരു രുചി അല്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. പിന്നെയാണ് അതിൻ്റെ മുകളിലോട്ട് നോക്കിയത്. അപ്പോൾ കേക്ക് ഈ ക്യാരറ്റിൻ്റെ ഒരു ഫുഡായിരുന്നു. അപ്പോൾ പക്ഷേ നല്ല സംഭവമൊക്കെ നല്ലതാണ്. നമ്മൾ എന്താന്ന് പറയാറുണ്ടല്ലോ, കിടക്കുന്ന തവളേൻ്റെ ഒരവസ്ഥയായി പോയതുകൊണ്ട് അങ്ങനെ. പിന്നെ ചേച്ചി കുടുവിന് കുറേ ബിസ്ക്കറ്റൊക്കെ ചായയിലൊക്കെ മുക്കി കൊടുത്തു. കുടു അങ്ങനെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുടുവിന് ശരിക്കും വിശന്നായിരുന്നു. കുടു അവിടുന്ന് വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചതാണ്, പക്ഷേ ഒരു 2-3 ഭാഗം കഴിച്ചപ്പോഴത്തേക്ക് അത് നിർത്തിയായിരുന്നു കേട്ടോ. പിന്നെ ബിസ്ക്കറ്റൊക്കെ തിന്ന് കുറച്ച് നേരമൊക്കെ എന്താ പറയുക അവിടെ ഇരുന്നു കളിയും വർത്താനമൊക്കെ. അപ്പോഴത്തേക്കും ഈ എന്താ പറയുക ടൂറ് പോയവരൊക്കെ വിളി വന്നു കേട്ടോ. ടൂറ് പോയിട്ട് അവർ തിരിച്ച് ഏട്ടത്തിയമ്മേൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ തിരിച്ച് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു തറവാട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവർ ഈ വരുന്ന വഴി തന്നെയാണ് നമ്മളുള്ളതും. അപ്പോൾ ചേട്ടാ എന്ത് ചെയ്തു, പണി സ്ഥലത്തുനിന്ന് അവിടുന്ന് അവർ വരുന്ന വഴിയിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അങ്ങനെ കാറിൽ കൊള്ളൂലാത്തതുകൊണ്ട് അവർ ബൈക്കും കാറും ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബൈക്കും കൊണ്ട് വന്നു.
അപ്പോൾ ഞാനും കൂടും നേരെ ചേട്ടൻ്റെ കൂടെ തറവാട്ടിലേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ ഇതാ സന്ധ്യയായി. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചി വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണമൊന്നും അവരെല്ലാവരും രാവിലെ പോയതല്ലേ, അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കി വെക്കേണ്ടതില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ചെന്നപാട് അടുപ്പിലൊക്കെ കത്തിച്ചു, അരിയിട്ടു, ചോറ് വെച്ചു, പിന്നെ കറി ഉണ്ടാക്കിയതൊന്നും വീഡിയോ പിടിച്ചില്ല കേട്ടോ. കാരണം എനിക്ക് എന്ത് മറവിയാന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞാനിവിടെ അരി ഇടുന്ന സമയത്ത് അവിടെ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അരിയൊക്കെ ഇട്ട് വിറകില്ല, അപ്പോൾ വിറകെടുക്കാൻ അമ്മച്ചി ടോർച്ചടിച്ച് തന്നാണ്. അപ്പുറത്ത് വിറക് പോലെ ആടിനെ കെട്ടുന്നൊരു ഉണ്ട്, അവിടെയാണ് വിറക് വെക്കാറ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫോൺ എടുത്തുകൊണ്ട് പോകാൻ മറന്നുപോയി. ആ ഫോൺ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അത് കാരണം പയർ തോരൻ വെച്ചതും തക്കാളി താളിപ്പുണ്ടാക്കിയതൊന്നും വീഡിയോയിലില്ല കേട്ടോ. പയർ എന്ന് പറഞ്ഞാൽ അമ്മച്ചി തന്നെ പയർ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചി അവിടെ വെറുതെ ഇരുന്ന സമയത്ത് അങ്ങോട്ട് പൊട്ടിച്ച് അതിൻ്റെ പയറിൻ്റെ കുരുവൊക്കെ എടുത്ത് വിത്തൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചതായിരുന്നു. അപ്പം പിന്നെ ചെന്നപ്പോൾ പിന്നെ എന്താക്കി, നമ്മൾ പയറും വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് തോരൻ വെച്ചു കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചി പറഞ്ഞ ഐഡി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്, നല്ലതാണെന്നും പറഞ്ഞിട്ട് വെച്ചു കേട്ടോ. പിന്നെ 2 തക്കാളി എടുത്ത് താളിപ്പുണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ചോറുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് അങ്ങാടിയിലേക്ക് ഞങ്ങളിവിടെ എന്നെയും കുടുവിനെ ഇവിടെ ഇറക്കിയിട്ട് കുഞ്ഞേട്ടൻ എന്ത് ചെയ്തു, ക്രിസ്മസൊക്കെ അല്ലേ, ഒന്ന് ആഘോഷിക്കണമല്ലോ അവർക്ക്. ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് അടുത്ത ആഘോഷത്തിന് അവർ പോയതാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇരുന്ന് മുഷിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ വന്നു, ആരുമില്ല, എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറയാൻ നാട്ടിൽ നിന്ന് വന്നാലല്ലേ, പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് രാവിലെ ജോലിക്ക് പോകാൻ കണക്കാക്കി പോരാന്നൊക്കെ കരുതിയല്ലേ പോണത്. അപ്പോൾ ചെന്നിട്ട് 9 മണിയായിട്ട് 9:30 ആരും എത്തിയില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, വെറുതെ വന്നു, ആരും ഇല്ല, എല്ലാവരും എന്നാൽ ഇനിയിപ്പോൾ രാവിലെ ഇവിടുന്ന് എഴുന്നേറ്റ് നേരത്തെ പോകണ്ടേ, 6-6:30 ആകുമ്പോൾ ഇവിടുന്ന് പോയാൽ പിന്നെ 7:30 ആകുമ്പോൾ വീട്ടിലെത്തുള്ളൂ. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പയറും തക്കാളി താളിപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെ അയ്യോ വെറുതെ ആയല്ലോ വന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ കുഞ്ഞേട്ടൻ എൻ്റെ വിളിക്കുന്നു കേട്ടോ. ഞാൻ അമ്മച്ചി ഉണ്ടായിരുന്നില്ല, ഞങ്ങളിവിടെ ഇറക്കിയിട്ട് കുഞ്ഞേട്ടൻ ക്രിസ്മസ് ആഘോഷിക്കാൻ പോയതായിരുന്നു. അങ്ങനെ അങ്ങാടി ചെന്നപ്പോഴാണ് പള്ളിയിൽ നല്ല പുൽക്കൂടൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വീടുകളിലൊക്കെ മത്സരം ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട് ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കുന്ന മത്സരം, ഓരോ വീടുകളിലൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ മത്സരത്തിൽ പങ്കെടുത്ത 2 പുൽക്കൂടുണ്ട്, നല്ല ഭംഗിയുണ്ട്, എന്നാ വാ കാണിച്ചു തരാം, പോവാമെന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിതെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് അമ്മച്ചി പോകുന്നില്ല, ഞാനും കൂടും കൂടെ കുഞ്ഞേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പുൽക്കൂട് കാണാൻ പോയി. നമ്മളെ തോട്ടുമുക്കത്ത് പള്ളിയിൽ പുൽക്കൂടും, അതുപോലെ തന്നെ ചേട്ടൻ്റെ കൂട്ടുകാർ 2 അറിയുന്ന 2 ചേട്ടന്മാരുണ്ടായിരുന്നു, അവരെ വീട്ടിലെ പുൽക്കൂടും കാണാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടോ. അപ്പം നമ്മൾ തോട്ടുമുക്കത്തെ പള്ളിയായിരുന്നു കേട്ടോ. ചർച്ചിൻ്റെ അവിടെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വീഡിയോയിലൊന്നും കാണാനുള്ള ലൈറ്റില്ല കേട്ടോ, ഒരു വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, മൊത്തത്തിലൊരു ഇരുട്ടായിരുന്നു. ആ അലങ്കരിച്ച ഭാഗത്ത് ആ ഒരു ലൈറ്റിൻ്റെ ഒരു വെളിച്ചമല്ലാതെ, ഇപ്പോൾ നമുക്ക് പുൽക്കൂടാണെങ്കിലും പുൽക്കൂടിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ നടന്ന് നോക്കുകയാണെങ്കിൽ കാണുന്നല്ലാതെ രാത്രിയിൽ കാണാവുന്ന രീതിയിലുള്ളൊരു വെളിച്ചം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോയിൽ വലിയ ക്ലിയർ ഒന്നുമില്ല, കണ്ടില്ലേ. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എൻ്റെ ഫ്ലാഷ് ലൈറ്റും കൂടെ അടിച്ചിട്ടാണ് കേട്ടോ ഇത്രയും കിട്ടിയത്. ഫോണിലാണെങ്കിൽ ചാർജും കുറവായിരുന്നു. അത് കാരണം 15-ൻ്റെ താഴെ എങ്ങാണ്ടായിരുന്നു കേട്ടോ. 10% ആയപ്പോഴത്തേക്കും പിന്നെ ടോർച്ച് ലൈറ്റ് ഓൺ ആവാതെയായി. അങ്ങനെ എന്താണേലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ജോർദാൻ നദിയും അതുപോലെ തന്നെ നമ്മുടെ രാജാക്കന്മാരും മാലാഖമാരും മഞ്ഞുമലകളും വീടുകളും കൊട്ടാരങ്ങളും തൊഴുത്തും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം നല്ല ഉണ്ണീശോ പിറന്ന കാലിത്തൊഴുത്തും അങ്ങനെ എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നോക്കുമ്പം അതെല്ലാം കണ്ടു. പിന്നെ അച്ഛനും മോനും കൂടി അവിടെ കയറി ഫോട്ടോയൊക്കെ എടുക്കുന്നു. ഞങ്ങൾ ക്യാമറ കണ്ടാൽ പിന്നെ നമ്മൾ ഓടിച്ചെല്ലുമല്ലോ. ഞാൻ നോക്കുമ്പോൾ അച്ഛനും മോനും ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. അവിടെ വേറെയും കുട്ടികളും വേറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാനും ഓടിപ്പോയി അവരെ ക്യാമറേൻ്റെ താഴെ ഞാനും കൂടി നിന്നു കേട്ടോ. പിന്നെ ക്യാമറ കണ്ടാൽ പിന്നെ ഒന്ന് പല്ല് കാണിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു രീതി. അങ്ങനെ ക്യാമറ കണ്ടില്ലെങ്കിലും ചിരി തന്നെയാണ് കേട്ടോ. എന്നെ ആവശ്യമില്ലാണ്ട് ചിരിക്കാന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത പറയലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും വേണ്ടില്ല, ക്രിസ്മസിൻ്റെ പുൽക്കൂടെല്ലാം കണ്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി അടുത്ത അവിടെ ഒരു വീട്ടിൽ മത്സരത്തിൽ പങ്കെടുത്ത ഒരു പുൽക്കൂടാണ് ഇട്ടത്. ഇവിടുത്തെ കുറച്ച് അധികം കാര്യങ്ങളുണ്ട്, അത് വേറൊരു വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിൽ പിന്നെ നിലച്ചക്രം കത്തിക്കുകയായിരുന്നു കേട്ടോ.
അത് കത്തോലുണ്ടാവില്ല. ആ അതാ പോയി. കൈ പൊള്ളുമോ? അതാ തട്ടി. ആ കൈ പൊള്ളൂലേ. അങ്ങനെ ക്രിസ്മസ് ആഘോഷം എന്താ പറയുക, ഞങ്ങൾ സ്വന്തം കുറച്ച് പൂത്തിരിയും നെൽച്ചക്രവും കുറച്ച് പടക്കം പൊട്ടിച്ചപ്പോൾ അമ്മച്ചിക്ക് ചെവിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഓലപ്പടക്കം ഭയങ്കര സൗണ്ട്. അപ്പം പടക്കം പൊട്ടിക്കേണ്ട, ഇനി മക്കളൊക്കെ വന്നിട്ട് പൊട്ടിച്ചോട്ടെ എന്ന് പറഞ്ഞ് പടക്കമൊക്കെ മാറ്റി വെച്ച് 1-2 വാണോ പൂത്തിരിയൊക്കെ കത്തിച്ചു. കുടുവിന് പേടിയാണ്. കുടുവും മാറി മാറി പോയിട്ടോ, വിട്ട് നിന്നാ കുടുവെല്ലാം കണ്ടത്. അപ്പോൾ ഈ പടക്കം പൊട്ടിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട് കേട്ടോ. ഈ പൂത്തിരി ഇതൊക്കെ കത്തിക്കുമ്പോൾ ദൈവമേ, ഇത് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ലേശം ഒരു ഉഷാറ് ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ എന്താക്കി, എല്ലാവരും വരുന്നില്ല. 9:30 ആയി, അപ്പോഴും ആരും വരുന്നത് കാണുന്നില്ല കേട്ടോ. ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് എന്നിട്ട് അപ്പോഴത്തേക്കും ഉറങ്ങി. പിന്നെ കുടുവിനെയും കൂട്ടി ഞങ്ങൾ എന്ത് ചെയ്തു, കാത്തിരുന്ന് അവസാനം ഞങ്ങൾ അങ്ങോട്ട് ഉറങ്ങി കേട്ടോ. 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ മെല്ലെ ഉറക്കത്തിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് അവർ വന്നു കേട്ടോ. പിന്നെ മക്കൾ കുറേ പടക്കമൊക്കെ പൊട്ടിച്ച് അവർ പിന്നെ വന്ന് കിടന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഫോണിൻ്റെ കാര്യമില്ല, പിന്നെ വർത്തമാനത്തിലായി എല്ലാവരും. പക്ഷേ എങ്കിലും ഉറക്കം തൂങ്ങി എല്ലാവരും ഓരോ ഭാഗത്ത് കിടന്നു. പിന്നെ